ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ദുഃഖ്രാന തിരുനാളിന് ഒരുങ്ങുകയാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെ ഓർമ്മിക്കുന്ന ദിനം. നമുക്ക് ഈ ദിവസങ്ങളിൽ, ഈ 3 ദിവസം ശ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ചും ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം ധ്യാനിക്കാം. ഇന്ന് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് ശ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുന്നത് 2 ലക്ഷ്യങ്ങളോട് കൂടിയാണ്. 1, തൻ്റെ കൂടെ ആയിരിക്കുവാൻ. 2, അയക്കപ്പെടുവാൻ. തൻ്റെ കൂടെ ആയിരിക്കുവാനും ലോകത്തിലേക്ക് അയക്കപ്പെടുവാനുമായി അവൻ ശിഷ്യരെ തിരഞ്ഞെടുക്കുകയാണ്. കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സുരക്ഷിതത്വത്തിൻ്റെ ഒരു അനുഭവമാണ്. ഗുരുവിൻ്റെ കൂടെ ആയിരിക്കുക, ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ കേട്ട് മനസ്സിൽ അതെല്ലാം ധ്യാനിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ശാന്തമായ ഒരു അനുഭവമാണ്. അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മളൊക്കെ നമ്മുടെ തിരക്കേറിയ ജീവിതയാത്രയിൽ കുറച്ച് സമയം സ്നേഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ തൻ്റെ കൂടെ ആയിരിക്കാൻ 12 പേരെ തിരഞ്ഞെടുത്തു. പക്ഷേ കൂടെ ആയിരുന്നാൽ മാത്രം പോരാ, അയക്കപ്പെടണം. ശിഷ്യൻ അയക്കപ്പെടാനുള്ളവനാണ്. അവൻ സന്ദേശം കേട്ട് സന്ദേശം ധ്യാനിച്ച് അവിടെ ജീവിച്ചാൽ മാത്രം പോരാ, അവൻ്റെ ജീവിതം തന്നെ സന്ദേശമാക്കി അവൻ അനേകരിലേക്ക് ഇറങ്ങണം. അതുകൊണ്ടാണ് രൂപാന്തരീകരണത്തിൻ്റെ വേളയിൽ പത്രോസ് വലിയ ഉത്സാഹത്തോടെ ആവേശത്തോടെ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, നമുക്ക് താഴോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ 3 കൂടാരം അടിക്കാം. 1 മോശയ്ക്ക്, 1 ഏലിയായിക്ക്, 1 നിനക്ക്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞേക്കാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ മെനക്കേടാ, ആ ശിഷ്യന്മാരും ബാക്കിയുള്ളവരും. പിന്നെ അതുകൊണ്ട് നമുക്കിവിടെ നല്ല സന്തോഷമായിട്ട് ഈ ദൈവികമായ അനുഭവത്തിൽ സുഖകരമായി ജീവിക്കാമെന്ന് പത്രോസ് പറയുമ്പോൾ ഈശോവനോട് പറയുന്നത്, നമുക്ക് താഴേക്ക് പോകാം. നമുക്ക് താഴേക്ക് പോകാം, കാരണം അവിടെ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. അപ്പോൾ കൂടെ ആയിരിക്കുന്ന അനുഭവം അയക്കപ്പെടുന്നതിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ ശിഷ്യത്വത്തിൻ്റെ അനുഭവം വളരെ പ്രധാനമായിട്ട് ധ്യാനിക്കേണ്ട ഒന്നാണ്. ഈശോ നമ്മളെ എല്ലാവരെയും ശിഷ്യരാകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. മാമോദീസ തന്ന് നമ്മൾ സഭയുടെ അംഗങ്ങളായി മാറുന്നതും ശിഷ്യത്വത്തിൻ്റെ പാതയിൽ വളരാൻ വേണ്ടിയിട്ടാണ്. ഈ ശിഷ്യൻ്റെ പ്രത്യേകത എന്താ? ശിഷ്യൻ എപ്പോഴും പ്രേക്ഷിതനാണ്. അവനൊരു സന്ദേശം കൊടുക്കാനായിട്ടുണ്ട് അനേകർക്ക്. പക്ഷെ നമ്മൾ പലപ്പോഴും ഭക്തിയുടെ ജീവിതത്തിൽ അങ്ങ് സ്വയം നിർവൃതി അടയുകയാണ്. ഭക്തിയുടെ ജീവിതത്തിൽ അത് ആ വിശുദ്ധൻ്റെ മുമ്പിൽ നമ്മൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നു, ഈ വിശുദ്ധയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ രൂപം തൊട്ടുമുത്തുന്നു, അല്ലെങ്കിൽ 10 പേരെ ഇടിച്ച് മറിച്ചിട്ടിട്ടാണെങ്കിലും നേർച്ചയിടാനായിട്ട് ഓടുന്നു. ഇങ്ങനെയുള്ള ഭക്തിയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നല്ലത് തന്നെയാണ്, കാരണം ഭക്തി സ്നേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. ഭക്തി ശിഷ്യത്വത്തിലേക്ക് നയിക്കണം. ശിഷ്യത്വത്തിലേക്ക് നയിക്കാത്ത ഭക്തികളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യണം. ശരിക്കും സുവിശേഷം ആവശ്യപ്പെടുന്നതാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ മറ്റെല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവരെ പോലെ ഞാനും അങ്ങ് വിശ്വസിക്കുന്നു, ഈ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ എന്തൊക്കെ കിട്ടും, ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് കിട്ടുകയില്ല. അതൊരു ഭക്തിയുടെ തലമാണ്. പക്ഷേ ശിഷ്യത്വത്തിൻ്റെ തലം അത് അരക്ഷിതാവസ്ഥകളുടെ തലമാണ്. ഭക്തിയും അതുപോലെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയും കുറച്ചൊക്കെ നമുക്ക് സുരക്ഷിതത്വം നൽകുമെങ്കിൽ അയക്കപ്പെടുന്ന അവസ്ഥ അരക്ഷിതാവസ്ഥയുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് എത്ര ഭക്തരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരുണ്ട് ഈശോയ്ക്ക് ലോകമെമ്പാടും. ഈശോയ്ക്ക് എത്ര ശിഷ്യരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 തികച്ച് പറയാൻ നമുക്ക് ഉണ്ടാവുമോ? അതാണ് ചോദ്യം. ശിഷ്യൻ
ഒരിക്കലും അവൻ സുഖകരമായ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നവനല്ല. 12 അപ്പസ്തോലന്മാരെ നോക്കുക. അവരാരാണ് മര്യാദയ്ക്ക് കട്ടിലേ കിടന്ന് മരിച്ചത്? 11 പേരും രക്തസാക്ഷിത്വം വരിച്ചു. യോഹന്നാനാകട്ടെ നാട് കടത്തപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് മരണമടയുകയാണ്. നമ്മൾ സുരക്ഷിതത്വത്തിൻ്റെയും സുഖങ്ങളുടെയും ഒരു ജീവിതത്തെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ സുവിശേഷത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. അതുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം, അനിശ്ചിതത്വങ്ങളെ പ്രണയിച്ചവനാണ് തോമാസ് ശ്ലീഹ. അനിശ്ചിതത്വങ്ങൾ, കാരണം ശിഷ്യന്മാരിൽ ഏറ്റവും ദൂരം യാത്ര ചെയ്തത് തോമയാണ്. ഇന്ത്യ വരെ എത്തി. കൊടുങ്ങല്ലൂർ തുടങ്ങി ഉള്ള യാത്രകളാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയുമ്പം ഞാൻ വെറുതെ ആ പള്ളികൾ തമ്മിലുള്ള ദൂരം ഒന്ന് അളന്നു നോക്കി. അയ്യോ, എത്ര കിലോമീറ്ററാണ്! അവിടെയെല്ലാം അദ്ദേഹം സഭാ സമൂഹങ്ങൾ സ്ഥാപിക്കുകയാണ്. 7.5 പള്ളികൾ സ്ഥാപിച്ചു. അദ്ദേഹം വിശ്രമമില്ലാതെ നടന്ന്. ഇവിടുത്തെ ഭാഷ അറിയാമായിരുന്നു മനുഷ്യരുടെ, ഇവിടുത്തെ ഭക്ഷണ രീതികൾ അറിയാമായിരുന്നു, ഇവിടുത്തെ സംസ്കാരം അറിയാമായിരുന്നു. ഒന്നും അറിയാതെ വലിയ അനിശ്ചിതത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അവിടെ വിശ്വാസം പ്രഘോഷിക്കുകയാണ്. എന്താണ് ഇത്ര ധൈര്യം ഈ തോമായ്ക്ക്? തോമായ്ക്ക് ഒരേ ഒരു ധൈര്യമേ ഉള്ളൂ, ഉദ്ധിതനായ ഈശോ അവൻ്റെ കൂടെയുണ്ട്. ഉദ്ധിതനായ ഈശോ കൂടെയുണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിൽ അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് കടന്നു വരികയാണ്. പേർഷ്യയിലെയും ഇന്ത്യയിലെയും സഭകൾ അവരുടെ അപ്പസ്തോലനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് തോമാസ് ശ്ലീഹായെയാണ്. അവിടെയെല്ലാം സഭകൾ സ്ഥാപിച്ച തോമാസ് ശ്ലീഹ. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ശിഷ്യരെ അയച്ചുകൊണ്ട് 72 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറയുന്നിടത്ത് കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നമ്മളിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈശോയെക്കുറിച്ച് അനേകരോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും സാഹചര്യങ്ങൾ മോശമാണ്, എതിർപ്പൊത്തിരിയുണ്ട്. എതിർപ്പില്ലാഞ്ഞ ഏത് കാലത്താണ് സഭ സുവിശേഷം പ്രസംഗിച്ചത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. 1-ാമത്തെ നൂറ്റാണ്ട് മുതൽ പീഡനങ്ങൾ ഉണ്ടായിരുന്നു സഭയ്ക്ക്. ആദ്യ നൂറ്റാണ്ടുകളിലും എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെട്ടോ, എവിടെയെല്ലാം ഈ വിമോചനത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കപ്പെട്ടോ, അവിടെയെല്ലാം വലിയ എതിർപ്പുകൾ ഉണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ എതിർപ്പുകളുടെ മുമ്പിൽ ധീരതയോടെ വചനം പ്രഘോഷിച്ചപ്പോഴാണ് അവിടെയെല്ലാം വലിയ വിമോചനത്തിൻ്റെ വിളംബരവുമായി സഭകൾ സ്ഥാപിതമായത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കൾ എല്ലായിടത്തുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. പക്ഷേ അതോർത്ത് കുഞ്ഞാട് സുരക്ഷിത മാളങ്ങളിലേക്ക് ഒതുങ്ങിയാൽ പോരാ. ആ കുഞ്ഞാട് വിവേകത്തോടുകൂടി, അതേസമയം ധീരതയോടുകൂടി ചെന്നായ്ക്കളുടെ ഇടയിലും പോയി സുവിശേഷം പറയണമെന്നും രക്ഷകനായ ഈശോ മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെ പുണരണമെന്നും തോമാസ് ശ്ലീഹായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈശോ ശിഷ്യരോട് പറയുന്നത്, മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നമ്മൾ ഓർക്കും, ഇതൊക്കെ എങ്ങനെ നടക്കുന്നത്? മടിശീലയിൽ സഞ്ചിയും ചെരുപ്പും ഒന്നും ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യുക? കുറച്ച് സമ്പാദ്യമൊക്കെ ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യുക? സുരക്ഷിതത്വങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യുക? നീ ഭൗതികമായ സുരക്ഷിതത്വങ്ങളിൽ ഒരിക്കലും ആശ്രയം വയ്ക്കരുതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭയുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലായിടങ്ങളിലും സഭ വളർന്നിട്ടുള്ളത് സാമ്പത്തിക സമൃദ്ധിയിലൊന്നുമല്ല. സഭയെക്കുറിച്ച് ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധാരണ സഭ ഏതാണ്ട് വലിയ സാമ്പത്തിക മാഫിയാണെന്നും ഒത്തിരി പണമുണ്ടെന്നും ഒക്കെയാണ്. പക്ഷേ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും ആരംഭിക്കുന്നത് എല്ലാവരുടെയും ഈ ദശാംശം നൽകലിൽ നിന്നാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്ന അനുഭവമാണ് സഭയുടെ അനുഭവം. കാരണം സഭ ഒരിക്കലും ഒരു പ്രസ്ഥാനവും തുടങ്ങിയത് ഭൗതികമായ സുരക്ഷിതത്വങ്ങളെ കണ്ടുകൊണ്ടല്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഏത് സ്ഥാപനമാണ് വലിയ സാമ്പത്തികമായ സമ്പാദ്യത്തോടു കൂടിയൊക്കെ ആരംഭിച്ചിട്ടുള്ളത്? എല്ലാം
മറ്റുള്ളവരുടെ മുമ്പിൽ കരങ്ങൾ നീട്ടി, കുറേ മനുഷ്യർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി അവർ നൽകുന്നത് സ്വീകരിച്ച് അങ്ങനെ പടുത്തുയർത്തുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, ഈ സാമ്പത്തികമായ സുരക്ഷിതത്വത്തിലോ അതുപോലെ നമ്മുടെ കഴിവുകളുടെ സുരക്ഷിതത്വത്തിലോ ഒന്നും സുവിശേഷം പ്രഘോഷിക്കുവാനും സഭയെ വളർത്തുവാനും നമുക്ക് സാധിക്കില്ല. അവിടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. തോമാസ് ശ്ലീഹ ഇവിടെ വന്നു. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വക എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിച്ചു? അദ്ദേഹത്തിന് പരിചയക്കാരെങ്കിലും ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് ഭാഷ അറിയത്തില്ല, സംസ്കാരം അറിയത്തില്ല, വല്ലാത്ത അനിശ്ചിതത്വങ്ങൾ, അരക്ഷിതാവസ്ഥകൾ. പക്ഷേ ശ്ലീഹ തീക്ഷ്ണതയോടെ ഈ ജനത്തോട് സുവിശേഷം പറഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, തോമാസ് ശ്ലീഹയുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അദ്ദേഹം വെറുതെ ഇരുന്ന് കാണുമോ? സാധ്യതയില്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വന്നതിൻ്റെ പിറ്റേന്ന് തുടങ്ങി അദ്ദേഹം സുവിശേഷം പറഞ്ഞിട്ടുണ്ടാവും. ഏത് ഭാഷയിലാണ്? അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ. നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് സുറിയാനി ഭാഷ തന്നെയാണ്, അറമായ ഭാഷ തന്നെയാണ്. ആ ഭാഷയിൽ ഇവിടെ വന്ന് ഇവരോടെല്ലാം സുവിശേഷം പറഞ്ഞു. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ അനേകർ ആ സുവിശേഷം അവരുടെ ഭാഷകളിൽ ശ്രവിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ സഭാ സമൂഹങ്ങൾ ഉണ്ടാകുന്നത്? 16-ാം നൂറ്റാണ്ടിൽ മിഷണറിമാർ ഇവിടെ വരുമ്പോൾ അവരുടെ എഴുത്തുകുത്തുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഒക്കെ ശക്തമായ സഭാ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു വലിയ അത്ഭുതത്തോടു കൂടി റോമിലേക്കും പോർച്ചുഗലിലേക്കും ഒക്കെ എഴുതുന്നുണ്ട്. ഇവിടെ സഭാ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. 16 നൂറ്റാണ്ട് ഇവിടെ ശക്തമായിട്ട് നിലനിൽക്കത്തക്ക രീതിയിൽ സഭാ സമൂഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ തോമാസ് ശ്ലീഹ വിതച്ച വചനത്തിൻ്റെ വിത്ത് എത്ര ശക്തമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം കർത്താവ് ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ ചെന്നാലും സമാധാനം ആശംസിക്കണം. സമാധാനം ആശംസിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം. സുവിശേഷം യുദ്ധങ്ങൾക്കുള്ളതല്ല. സുവിശേഷം മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളതല്ല. സുവിശേഷം മനുഷ്യനിൽ എതിർപ്പ് ഉളവാക്കിയാൽ തന്നെയും അതൊരിക്കലും വിദ്വേഷത്തിലേക്കോ പകയിലേക്കോ നയിക്കാനുള്ളതല്ല. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മളുടെ ഏതു മേഖലയിലെ ഇടപെടലുകളിലും ഈ ക്രൈസ്തവമായ സാക്ഷ്യമുണ്ടാവണം. സമാധാനത്തിന് വിരുദ്ധമായ ഭാഷ നമ്മൾ ഉപയോഗിക്കരുത്. അത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാലും അതുപോലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്താലും അവിടെയൊക്കെ ഭിന്നിപ്പിക്കുന്ന ഭാഷയും അതുപോലെ വിദ്വേഷത്തിൻ്റെ ഭാഷയും ഒഴിവാക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ഏതു ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് യാത്ര ചെയ്യുന്നു. സമാധാനത്തിൻ്റെ പുത്രൻ നേരത്തെ തന്നെ ആ കുടുംബങ്ങളെ ഒരുക്കി വയ്ക്കുകയാണ്. സമാധാനത്തിൻ്റെ പുത്രൻ അവരെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സമാധാനം ആശംസിക്കും. ആ സമാധാന ആശംസ സ്വീകരിച്ച് സന്തോഷമായിട്ട് അവിടെ തന്നെ കൂടിക്കണം. ഇതാണ് കർത്താവ് പറയുക. നിങ്ങളിങ്ങനെ വീടുകളിൽ നിന്ന് വീട് തോറും ചുറ്റി നടക്കരുത്. അവിടെ ലഭിക്കുന്ന സൗകര്യങ്ങൾ സ്വീകരിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൊള്ളുക. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. എന്നിട്ട് ഒരു കാര്യം നിർബന്ധമായിട്ട് പറയണം, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസ പ്രഘോഷിക്കുന്നിടത്ത് ഉണ്ടാവേണ്ട 2 കാര്യങ്ങളാണ് സമാധാനവും സൗഖ്യവും. ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ഈ കേരള സമൂഹത്തിൽ സമാധാനവും സൗഖ്യവും ഉണ്ടെങ്കിൽ ഇവിടെ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷത്തിന് അതിനൊരു വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ സമാധാനത്തിൻ്റെ അനുഭവം വളർത്തുന്നത് പല രീതികളിലൂടെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, ആതുര ശുശ്രൂഷയിലൂടെ, കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വളർത്താനായിട്ട് എന്നും സഭാസമൂഹങ്ങൾ പരിശ്രമിക്കുന്നു. അങ്ങനെ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. പലപ്പോഴും സുവിശേഷത്തിൻ്റെ ജീവിതം നമ്മളിൽ അത്ഭുതകരമായ വിളവുകൾ
നൽകാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കേവലം അതിജീവനത്തിനും കേവലം സുരക്ഷിതത്വത്തിനും ഒക്കെ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിജീവനത്തിനു വേണ്ടിയും സുരക്ഷിതത്വത്തിനു വേണ്ടിയും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥകളെ നേരിടുവാനും അനിശ്ചിതത്വങ്ങളെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കില്ലാതെ പോകുന്നു. നമ്മൾ ഓർക്കണം, കുരിശിൻ്റെ സന്ദേശം എന്താണ്? കുരിശിൻ്റെ സന്ദേശം സഹനത്തിൻ്റെ സന്ദേശമാണ്. അത് അനിശ്ചിതത്വത്തിൻ്റെതാണ്, അരക്ഷിതാവസ്ഥയുടേതാണ്. നമ്മൾ കുരിശിനെ പൂജിക്കുമ്പോഴും കുരിശിനെ നമ്മൾ തൊട്ടുമുത്തുമ്പോഴും കുരിശിൽ കയറാൻ മടിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ കുറവ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒക്കെ കാതലായ ഒരു സന്ദേശം കുരിശിലൂടെ മാത്രമാണ് നിനക്കായി നൽകപ്പെട്ടിട്ടുള്ള രക്ഷ കടന്നു വരുന്നത് എന്ന ആ സന്ദേശം വേണ്ട രീതിയിൽ നമുക്ക് സംവേദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. വേണ്ട രീതിയിൽ നമുക്ക് കുരിശിനെ അതിൻ്റെ ഏറ്റവും കരുത്തേറിയ അതിൻ്റെ പ്രകാശമാനമായ തലങ്ങളെക്കുറിച്ച് നമ്മുടെ വിശ്വാസ സമൂഹങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ധീരതയോടെ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ധീരതയോടെ ജീവിക്കുവാനും അതേസമയം അപരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ധീരതയോടെ കുരിശിലേറുവാൻ തയ്യാറാകുന്ന തരത്തിലുള്ള നിസ്വാർത്ഥ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും എല്ലാം നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആ ഒരു നൽകലിൻ്റെയും നഷ്ടപ്പെടുത്തലിൻ്റെയും അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ ക്രൈസ്തവരായിട്ട് മാറുന്നത്. എല്ലാ അപ്പസ്തോലന്മാരുടെയും ജീവിതത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അവരെല്ലാം നമ്മൾ ഓർക്കണം, സ്വന്തം ജീവൻ സുരക്ഷിതമാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചവരാണ്. ഈശോ അവരെ തിരഞ്ഞെടുത്തത് കൂടെ ആയിരിക്കാനാണെങ്കിൽ സഹനത്തിൻ്റെ സമയത്ത് അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആരുമില്ല കൂടെ. അവസാനം പത്രോസ് അവനെ അകലെയായിട്ട് അനുഗമിക്കുകയാണ്. പേടിയാണ്. എന്താണ്? ഞങ്ങളെ കൂടെ പിടിച്ചുകൊണ്ട് പോവോ? 11 ഓടി രക്ഷപ്പെടുകയാണ്. അവസാനം പത്രോസ്, ശിഷ്യപ്രമുഖനായ പത്രോസ്, ഒത്തിരി സ്നേഹത്തോടെ ആവേശത്തോടെ ഈശോയുടെ കൂടെ നടന്ന പത്രോസ് അവനെ വിട്ട് ഓടിപ്പോയിട്ട് അകലെയായിട്ട് അനുഗമിച്ച് അവസാനം അവിടെയുള്ള ആൾക്കാരുടെ കൂടെ തീകാഞ്ഞ് അവനെ തള്ളിപ്പറഞ്ഞ്, പേടിയാണ്, സ്വന്തം ജീവൻ രക്ഷിക്കണം, അവൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എടുത്തെങ്കിലോ, അതുകൊണ്ട് തള്ളിപ്പറഞ്ഞേക്കാം, ഗുരുവിനെ തള്ളിയും പറഞ്ഞ് അങ്ങനെ വേദനിച്ച് ജീവിക്കുകയാണ് അദ്ദേഹവും. ഒരുപക്ഷേ അതുകൊണ്ടാവാം ഉദ്ധിതനായ ഈശോയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ഈ സ്ലീഹന്മാരെല്ലാം അവർക്ക് ആദ്യം ലഭിച്ച കൃപ, പ്രിയപ്പെട്ടവരെ, ഭയത്തിൽ നിന്ന് അവർ വിമോചിതരായി, ഭയപ്പാടുകളിൽ നിന്ന് വിമോചിതരായി. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ മാത്രമാണ് നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാതയിലും ധൈര്യത്തിൻ്റെ ചില അനുഭവങ്ങൾ കാണുന്നത്. നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം, ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ധീരതയോടെ അവരെ നയിക്കുന്ന ഒരു ശിഷ്യൻ. പക്ഷേ ഭീരുക്കളായിരുന്ന മറ്റെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നതോടുകൂടി ധൈര്യത്താൽ നിറഞ്ഞ് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. സ്വന്തം ബന്ധുജനങ്ങളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ട് അവർ യാത്രയാവുകയാണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ കനൽ ലഭിച്ചു, സുവിശേഷത്തിൻ്റെ കനൽ അവരെ സ്പർശിച്ചു. അവർക്കിനി മിണ്ടാതിരിക്കാനാവില്ല, അത് പറഞ്ഞേ തീരൂ. അങ്ങനെയാണ് ലോകമെമ്പാടും സുവിശേഷം എത്തുന്നതും ലോകമെമ്പാടും ഈശോയുടെ വലിയ വിമോചനാത്മകമായ സന്ദേശം എത്തുന്നതുമെല്ലാം സ്വാതന്ത്ര്യവും വിമോചനവും നൽകുന്ന വലിയ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവേണ്ടതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുമ്പോഴും വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോഴും ഈശോയെ പ്രതി നഷ്ടപ്പെടുത്താനുള്ള ബോധ്യം നമുക്കുണ്ടോ? ഈശോയുടെ നാമം ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് ചില സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഈശോയുടെ നാമം ഉച്ചരിക്കാൻ നമ്മൾ തയ്യാറാവുമോ? സാമ്പത്തിക നേട്ടങ്ങൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുമോ? ഇതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ അതിജീവനത്തിനോ എൻ്റെ സുരക്ഷിതത്വത്തിനോ വേണ്ടി മാത്രമുള്ള ഒന്നല്ല എന്നും, മറിച്ച് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കലാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും മിഷനറിമാരാകുന്നത്. പ്രത്യേകിച്ചും നമ്മൾ കത്തോലിക്കർ ഒരു കാര്യം ചെയ്യും, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും എല്ലാം മിഷണറിമാരായിട്ട് വിട്ടിരിക്കുകയാണ്. അതൊന്നും ഞങ്ങളുടെ ജോലിയല്ല, അവർ പറയട്ടെ.
പക്ഷേ ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കിയാണ് പറയുന്നത്, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുമെന്ന്. ആ സുവിശേഷവൽക്കരണത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ലോകത്തെ മുഴുവൻ വിമോചിപ്പിക്കാനുള്ള, വിശുദ്ധീകരിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുക. നമ്മൾ നോക്കുക, നമ്മുടെ സമൂഹത്തിന് സുവിശേഷത്തിൻ്റെ ആവശ്യമുണ്ട്, സുവിശേഷത്തിൻ്റെ ധാർമ്മികതയുടെ ആവശ്യമുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ പലപ്പോഴും അവരുടെ തീരുമാനങ്ങൾ സമൂഹത്തിൻ്റെ ഒരു വിഭാഗങ്ങൾക്ക് മാത്രം അനുകൂലമാവുകയും മറ്റെല്ലാവർക്കും വിരുദ്ധമാവുകയും ചെയ്യുമ്പോൾ അവിടെ സുവിശേഷത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവരിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും കാണാൻ സാധിക്കുന്ന സുവിശേഷ സന്ദേശത്തിൻ്റെ ആവശ്യമുണ്ടവിടെ. അതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും വിദ്യാഭ്യാസമില്ലാത്ത അനേകരുണ്ടെന്ന് പറയുമ്പോൾ, അനേകർ ഇന്നും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, ആരോഗ്യ പരിരക്ഷയില്ലാതെ നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, സുവിശേഷത്തിൻ്റെ ആവശ്യം അവർക്കുണ്ട്. സുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെട്ടോ അവിടെയെല്ലാം വലിയ വിമോചനാത്മകമായ ഘടനകളുണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ കോവിഡ് കാലത്ത് തിരിച്ചറിഞ്ഞ ഒരു കാര്യം, പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പം ജില്ലാ ആശുപത്രികളുടെ പോലും ശോചനീയ അവസ്ഥ നമ്മൾ കണ്ടു. 2-3 മുറിയൊക്കെയുള്ള ജില്ലാ ആശുപത്രികളുമായി ഇപ്പോഴും വലിയ ചില സംസ്ഥാനങ്ങൾ ജീവിക്കുന്നു. ആരോഗ്യ പരിരക്ഷ കൊടുക്കാൻ അവിടെ ആൾക്കാരില്ല. സാധാരണപ്പെട്ടവന് പറ്റുന്ന ആരോഗ്യ പരിരക്ഷ, അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ ആവശ്യമുണ്ട്. മനുഷ്യന് വിലയുണ്ടാകണമോ ദൈവത്തെ തിരിച്ചറിയണം. മനുഷ്യന് വിലയുണ്ടാകണമോ ദൈവത്തെ തിരിച്ചറിയണം. ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയിലും ദൈവികാംശമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശെടുക്കാൻ മറ്റുള്ളവർ തയ്യാറാകുമ്പോഴാണ് സമൂഹം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്, വിമോചനം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടം, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം, ഈ രാജ്യത്തിന് സുവിശേഷത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാണ്. ഈ രാജ്യത്തിന് സുവിശേഷത്തിൻ്റെ ആവശ്യമുണ്ട്. ആ സുവിശേഷത്തെ കൊടുക്കാനായിട്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തകരെ വേണം. നമ്മുടെ ഓരോ കുടുംബവും സുവിശേഷം പറയുന്നവരായിട്ട് മാറണം, സുവിശേഷം ജീവിക്കുന്നവരായിട്ട് മാറണം. അനിശ്ചിതത്വങ്ങളെ പുൽകിയും സുവിശേഷം കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായോടൊക്കെ നീതി പുലർത്തുന്ന വ്യക്തികളായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, തോമാസ് ശ്ലീഹായുടെ ഓർമ്മ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ യഥാർത്ഥ വിശ്വാസ ജീവിതത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മളെ സഹായിക്കുകയാണ്. നമ്മൾ തോമാസ് ശ്ലീഹായോടും ഭക്തി വളർത്തിയാൽ മാത്രം പോരാ. തോമാസ് ശ്ലീഹായുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് യഥാർത്ഥ ശിഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കി അനിശ്ചിതത്വങ്ങളെ പുണർന്നുകൊണ്ട് സുവിശേഷം പറയാനായിട്ട് തയ്യാറാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ലോകവും നമ്മളോടൊപ്പം വളരുകയാണ്. ആ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ മക്കളായിട്ട് മാറുക. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധീരതയും അനിശ്ചിതത്വങ്ങളെ പുൽകി അദ്ദേഹം ദീർഘയാത്ര ചെയ്ത് ഇന്ത്യയിലെത്തി. ഇവിടുത്തെ അന്ധകാരത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചം കൊണ്ട് നിറച്ചു. കർത്താവേ, ശ്ലീഹായുടെ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. അദ്ദേഹത്തിൻ്റെ വിശ്വാസബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. പ്രേക്ഷിതരാകാനുള്ള വിളി തിരിച്ചറിഞ്ഞ് ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ലോകത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുമ്പോഴും അവിടെയെല്ലാം സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.